ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്. എന്തിനു വേണ്ടി നമ്മുടെ മനസ്സ് തുടിക്കുന്നുവോ അത് നമ്മുടെ കയ്യെത്തും ദൂരെയുണ്ടെങ്കിലും വിധി നമുക്കത് നഷ്ടപ്പെടുത്തും. ഇഷ്ടമുള്ളവരോട് ഒന്ന് സംസാരിച്ചാൽ ഒരുപാട് വേദനകൾ മറക്കാൻ കഴിയും. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് സംസാരിക്കാൻ ഇഷ്ടമുണ്ടാകണം. തിരക്കൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരക്കിനിടയിലും നിങ്ങളെ തിരക്കിയിറങ്ങി തനിയെ നിൽക്കുന്നുണ്ടാകും ചിലർ. തുറന്ന പുസ്തകം പോലെ ആരുടെ മുന്നിലും പെരുമാറരുത്. അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കമില്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നിങ്ങളെ മാറ്റി നിർത്തും. ഈ മൗനത്തിന് മുൻപ് നമുക്കൊരു കാലമുണ്ടായിരുന്നു. എത്ര സംസാരിച്ചാലും മതിവരാത്ത കാലം. ഇന്ന് ആ കാലം വെറും ഓർമ്മയാകുകയാണ്. സന്തോഷവും ദുഃഖവും മാറി വരുന്ന ഒരു ചക്രമാണ് ജീവിതം. പ്രയാസമുള്ള സമയം കടന്നു വരുമ്പോൾ ഓർക്കുക, എളുപ്പമുള്ള സമയം തീർച്ചയായും ഉണ്ടാവും. ആഗ്രഹിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ സഞ്ചരിക്കുന്ന വഴിയിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് ജീവിതം. സന്തോഷമായാലും സങ്കടമായാലും ആദ്യം ഉണ്ടാവുന്നത് ഭാഗ്യമാണ്. മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം ചിലത് ആഗ്രഹിക്കുന്നതും അത് നേടിയെടുക്കുന്നതുമാണ്. ഒന്നും ഒരിക്കലും ഒരുപോലെ ഇരിക്കില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കും. ആരെയും മനസ്സിലാക്കിയെന്ന് അഹങ്കരിക്കരുത്. കാലമൊരിക്കൽ അഹങ്കരിച്ചു തീർത്ത് കരയിപ്പിക്കും. കാലം എപ്പോഴും അങ്ങനെയാണ്. ഓരോ ഓർമ്മകൾ സമ്മാനിച്ചു കൊണ്ടേയിരിക്കും. പല ബന്ധങ്ങളും ബലപ്പെടുത്തുന്നതിന് വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഇത് ഇല്ലാതാകാൻ ഒരു നിമിഷം മാത്രം മതി. ഒരു വാക്ക് അത്രമാത്രം. വളരെ വളരെ അടുപ്പം ഉണ്ടായിരുന്നതും പിരിഞ്ഞുപോയതുമായ ഓരോ മനുഷ്യരെയും ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടാകും. ഒരു പാട്ടുണ്ടാകും. ഒരു മണവും ഉണ്ടാകും. പലപ്പോഴും തിരിച്ചറിവുകൾക്ക് മേലുള്ള ചില തീരുമാനങ്ങളാണ് ജീവിതത്തിന്റെ താളം മുഴുവനായി തെറ്റിച്ചു കളയുന്നത്. ആ തെറ്റിന്റെ അച്ചുതണ്ടിൽ കിടന്നാണ് ഈ ലോകം തന്നെ കറങ്ങുന്നതും. വിജയം അത് കുടുംബങ്ങളിൽ ആയാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയമുണ്ടാകും. കൊച്ചു കൊച്ചു മുറിവുകൾ സ്നേഹം കൊണ്ട് ഉണങ്ങിപ്പോകുന്നത് പോലെ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഒരു പുഞ്ചിരിയിൽ മായ്ക്കാൻ കഴിയും. അതാണ് സൗഹൃദം. അതാവണം സുഹൃത്ത് ബന്ധങ്ങൾ. ചില പാട്ടുകൾ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നതും ആ വരികളിൽ നമ്മെ തന്നെ കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ചും വളരെ സന്തോഷത്തോടെയും ചെയ്യാൻ കഴിയുന്ന ആ നിമിഷം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സുന്ദരമായ വാതിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറക്കാൻ ചിറകുകളും തിരിച്ചു വരാനുള്ള വേരുകളും നിങ്ങളെ സ്നേഹിക്കാൻ കാരണങ്ങളും നൽകുക. നിങ്ങളുടെ ശരീരവും ഹൃദയവും മുറിവുകളും കാലക്രമേണ സുഖപ്പെടുന്നതാണ്. നിങ്ങളുടെ ആത്മാവ് സ്വയം പുനർജനിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. ബാല്യത്തിൽ എളിമയുള്ളവനും കൗമാരത്തിൽ മിതത്വമുള്ളവനും യൗവനത്തിൽ നീതിയുള്ളവനും വാർദ്ധക്യത്തിൽ വിവേകമുള്ളവനും ആയിരിക്കുക. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടുപോകുവാനും തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ രണ്ടു കാര്യങ്ങൾ ചെയ്യും. ആദ്യം സംസാരത്തിന്റെ ശൈലി മാറ്റും. പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതെയിരിക്കും. നമ്മുടെ പ്രവൃത്തികളെ ആരും മൂല്യം കൽപ്പിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം. ആരോടെങ്കിലും മോശമായി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുമ്പോൾ വായ്മൂടിക്കെട്ടി നിൽക്കുന്നതാണ് പക്വത. മനസ്സിനെ ജയിച്ചവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. ഇത് നിങ്ങളുടെ വഴിയാണ്, നിങ്ങളുടേത് മാത്രം. മറ്റുള്ളവർ നിങ്ങളുടെ ഒപ്പം നടന്നേക്കാം, പക്ഷേ നിങ്ങൾക്ക് പകരം നടക്കാൻ ആർക്കും കഴിയില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു കാരണമുണ്ടാകും. അതിനെ ചോദ്യം ചെയ്യരുത്, വിശ്വസിക്കുക. ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ വിജയത്തിന്റെ ആദ്യപടി ചവിട്ടിക്കഴിഞ്ഞു. കർമ്മത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കും അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും.